വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കണം. പിന്നെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അലിഞ്ഞ് വരണം. നന്നായി അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ ഞാൻ 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടണം. ഒരു 2-3 മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നെയ്യ് തന്നെയാണ് കേട്ടോ. നെയ്യ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ, നെയ്യ് തന്നെ ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. പെട്ടെന്നാവണ ഒരു സ്വീറ്റാണ് കേട്ടോ, അധികം സമയം എടുക്കില്ല. ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് പാനിൽ നിന്ന് വിട്ട് വരണ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ അത് സ്വീറ്റിൻ്റെ പകുതി സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ലൈറ്റായിട്ട് പാനിൽ നിന്ന് വിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആവണം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 5-10 മിനിറ്റ് കൂടെ വേണ്ട കേട്ടോ, അത്രയും പെട്ടെന്നാവും. അപ്പോൾ അതാ കണ്ടില്ലേ, ഫൈനൽ സ്റ്റേജ് എത്തി. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത നട്ട്സ് ചേർക്കുകയാണ്. പിന്നെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുകയാണ്. ഇത് രണ്ടും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ഫൈനലായിട്ട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ, കാരണം ആദ്യം തന്നെ നമ്മൾ നല്ലോണം നെയ്യ് ഒഴിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഗോതമ്പ് പൊടി, നെയ്യും ശർക്കരയും കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ ഹൽവ എന്നൊക്കെ പറയാമല്ലേ. പുറത്തുനിന്നൊന്നും വാങ്ങാതെ പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.